കദിർ അവാർഡിൻ്റെ ഈ പുരസ്കാരവേദിയിലെ ഭരത് മമ്മൂട്ടി സാഹിബ് അടക്കമുള്ള ബഹുമാന്യ വ്യക്തികളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന മമ്മൂട്ടി അവറുകളുടെ ഒരു സിനിമയിൽ അയാൾ കഥ പറയുകയാണ് എന്നൊരു സിനിമയിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകമായിരിക്കാം എനിക്കിവിടെ ഏറ്റവും ഉചിതമായി തോന്നുന്നത്. ഒരു നിയോഗം എന്നുള്ളത് നമ്മളാരും ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങളിലൊന്നല്ല നമ്മൾ എത്തിപ്പെടുക. അത്തരത്തിലൊരു നിയോഗത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായിരിക്കും ഇന്ന്. അല്ലെങ്കിൽ ഇതേവരെ അങ്ങനെ ഒരു ദിവസം, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം കടന്നു വന്നിട്ടില്ല. പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊരു ഓൺ എയറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ആദ്യമായിരിക്കാം. പിന്നെ വേറെ അതിലേറെ സന്തോഷം തോന്നിയ ക്യാഷ് അവാർഡ് എനിക്ക് തന്നത് ഒരു വെച്ചൂർ പശുപരിപാലകൻ കൂടിയാണ് എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഇവിടെ പലർക്കും അറിയുണ്ടാവില്ല. കാരണം മികച്ച നടനുള്ള കേന്ദ്ര പുരസ്കാരം കിട്ടിയപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വെച്ചൂർ പശുവിനെ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കൈവശമുണ്ടെന്ന്. അത് ആരും ഇവിടെ പറഞ്ഞു കാണില്ല. അപ്പോൾ ഒരു വെച്ചൂർ പശുവിനെ തന്നെ സംരക്ഷിക്കുന്ന ഒരാളിൽ നിന്നും അത്തരത്തിലൊരു പുരസ്കാരം കിട്ടിയത് എന്തായാലും വളരെ സന്തോഷം തോന്നി ആ കാര്യത്തിലും. പിന്നെ പൂർവികരേട്ടൻ്റെ മുത്തശ്ശനടക്കമുള്ള പൂർവികരുടെ ഒരു സ്മരണ എനിക്ക് ഇവിടെ പറയാതെ പറ്റില്ല. അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയ എൻ്റെ നാട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, അവരിൽ പലരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരെയുള്ള ആളുകൾ, അവരോടുള്ളൊരു നന്ദി ഇപ്പോൾ നമുക്കിവിടെ രേഖപ്പെടുത്താതെ വയ്യ. അതിലുപരി ഒരു സിംഹവാലൻ കുരങ്ങായി മാറുന്ന കർഷക സമൂഹത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ എനിക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൂടി അത്തരത്തിലുള്ള ഒരുപാട് കർഷകരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു കർഷക സമൂഹത്തിൻ്റെ ഒരു നന്ദി കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇതിനായിട്ട് എന്നെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾ, പിന്നെ ഇവിടെ എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ നല്ല മനുഷ്യർ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തെയും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.